മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൗത്യം ദുഷ്കരമായി തുടരുന്നുവെന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു. തകർത്ത റോഡുകളും മോശം കാലാവസ്ഥയുമാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ലെന്നാണ് ദുരന്തത്തെക്കുറിച്ചുള്ള വിവരം ആദ്യം പുറലോകത്തെത്തിച്ച രാജേഷ് റാവത്ത് 24 പറഞ്ഞത്. सर 5 तारीख को जो ये घटना हुई थी 5 तारीख को, और धराली नामक स्थान है जहाँ पे है जो खीर गंगा नामक जो नदी है जिसने जो विकराट रूप लिया है और एक बाढ़ का रूप लिया है, जिस कारण जो धराली बाजार और धराली जो गांव है पूरा है जो मलबे की चपेट में आया है, जिस कारण है जो पूरे जो भवन है वो पूरे हैं जो मलबे में आ चुके हैं। और वहाँ पे जो भी लोग जो स्थानीय लोग थे 10 से 12 स्थानीय लोग और जो टूरिस्ट एंड जो लेबर वगैरह थे वर्कर्स वो है जो उसमें भी दबे हैं, पर पूरा आकलन नहीं कर सकते हम कि कितने लोग हैं, लेकिन बाकी प्रशासन द्वारा जो युद्ध स्तर पे और सर्च एंड रेस्क्यू गतिमान है। दूरसंचार के माध्यम से जो हमें अवगत करवाया गया था धराली के ठीक सामने मुखबा के ठीक सामने धराली है, तो मुखबा से शास्त्री जी ने हमें अवगत करवाया, तो तत्काल हमारे द्वारा जिला प्रशासन को अवगत करवाया गया था और तत्काल मौके पे SDRF की टीम जिला प्रशासन मौके पे पहुंचा और राहत बचाव कार्य है जो युद्ध स्तर पे गतिमान है अभी तक भी। ഉത്തരാഖണ്ഡിലെ ചില പുതിയ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സ്ക്ലൂസീവായ ചില ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്. ऊपर से जी नाला आ गया, ये देखो ये नीचे गंगा जी है और ये है जो अभी ये देखो लाइव तस्वीरें हैं जो आप देख सकते हैं, ये देखो ये देखिए लाइव तस्वीरें तो सीधे गंगा जी में ये देखो. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ നിന്ന് നമ്മുടെ വാർത്താ സംഘത്തെ നയിക്കുന്ന ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൽറാം, ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാര്യം അണപൊട്ടി വരുന്നത് പോലെ, ഒരു നദി കലങ്ങി വരുന്നത് പോലെയായിരുന്നു ആദ്യം പ്രളയം വന്നത് ഉത്തരാഖണ്ഡിലേക്ക്. അപ്പം മരണം അങ്ങനെ തന്നെ മഹാനദിയായി ഇറങ്ങി വരികയായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഈ ഒരു റോഡ് അടക്കമുള്ള സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഞാനുള്ളത് ഈ ഗംഗോത്രി ദേശീയപാതയിൽ ഇന്ന് പുനർനിർമ്മിച്ച ഒരു റോഡാണ്. ഈ ബട്ട്വാടിയിലെ ഈ റോഡ് ഇന്ന് ഗതാഗത യോഗ്യമാക്കിയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ വലിയൊരു കൂറ്റൻ പാറക്കല്ല് വീണ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു. ഏതാണ്ട് 10-15 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. എന്നാൽ ഈ ഒരു ബൈക്ക് യാത്രികൻ തലനാരിഴക്കി ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. സാധാരണ നിലയിൽ ഈ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ആണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. ഈ റോഡ് പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും തുടർന്ന് ഇവിടെ നിന്നും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ JCB കൊണ്ടുപോകേണ്ടി വരികയും ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെയാണ് പുനർനിർമ്മാണം വീണ്ടും ആരംഭിച്ചത്. നമുക്ക് കാണാം ഈ പ്രദേശത്തെല്ലാം തന്നെ കൂറ്റൻ പാറക്കെട്ടുകൾ, ഇതെല്ലാം കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഈ റോഡ് തകർന്ന് തുടർന്ന് മുകളിൽ നിന്നും ഇടിഞ്ഞു വീണതാണ്. ഇവയെല്ലാം മാറ്റി ഏറെ ശ്രമകരമായ 24 മണിക്കൂർ ഏറെ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഏതാണ്ട് 1/2 കിലോമീറ്ററിന് അടുത്ത് വരുന്ന ഈ റോഡ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അവിടെയാണ് വീണ്ടും തടസ്സമുണ്ടായിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനും ഇത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഈ പ്രദേശത്തു കൂടെയാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെതടക്കമുള്ള ട്രക്കുകൾ ബെയിലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളുമായി പോയത്. ആ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും സാമഗ്രികൾ വരാനുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഗതാഗത യോഗ്യമാക്കുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ റോഡിൽ വീണ്ടും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ ഈ പ്രദേശത്ത് പുരോഗമിക്കുകയാണ് എങ്കിൽ പോലും മതിയായ അളവിൽ രക്ഷാപ്രവർത്തകരെ അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പ്രദേശത്ത് ഇപ്പോഴും ആദ്യമെത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ രക്ഷാപ്രവർത്തകർ, സംസ്ഥാന ദുരന്ത നിവാരണ സേന കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ടീമുകൾ ആണ് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല, മോശം കാലാവസ്ഥയെ തുടർന്ന്. ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ ഈ റോഡ് നിർമ്മാണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്.
അതിനിടെയാണ് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഇവിടേക്ക് വീണ്ടും ആ യന്ത്ര സാമഗ്രികൾ ഇത് മാറ്റാൻ കൊണ്ടുവരേണ്ടി വരുന്നതുമായ സാഹചര്യം ഉണ്ടാകുന്നത്. 200ഓളം പേരെ ഇതിനകം രക്ഷപ്പെടുത്തി സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി എന്നാണ് ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മരണസംഖ്യ ഇപ്പോഴും ഔദ്യോഗികമായി 6 പേർ എന്ന നിലയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ മേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അത്രത്തോളം ദുർഘടമായ സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യവുമായിരുന്നെങ്കിൽ പോലും മതിയായ തോതിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. അത്രത്തോളം ആളുകളെ എത്തിക്കാൻ അവിടെ കഴിയുന്നില്ല. യന്ത്രസാമഗ്രികൾ അവിടെ എത്തിക്കാൻ കഴിയുന്നില്ല. JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഈ തെരച്ചിലിനായി ആവശ്യമായി വരും. ഏതാണ്ട് മീറ്ററുകളോളം ആഴത്തിൽ മണ്ണ്, ചെളി എന്നിവ നിറഞ്ഞു നിൽക്കുകയാണ്. കെട്ടിടങ്ങളുടെ മേൽത്തട്ട് വരെ ചെളി നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാണാതായ ആളുകളെ, അകപ്പെട്ടു പോയ ആളുകളെ ഉൾപ്പെടെ കണ്ടെത്തണമെങ്കിൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു റോഡിലൂടെയാണ് ഇവയെല്ലാം കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് തന്നെയാണ് സാഹചര്യം ഏറെ ദുർഘടമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. നാളെ വൈകിട്ടോടെ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ ഒരു വലിയ തടസ്സം മാറും എന്ന ഒരു പ്രതീക്ഷയാണ് BROയും സൈന്യവും പങ്കുവയ്ക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയായിരുന്നു.